കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഇവിടെ ഇനിയിപ്പോൾ ബാലലീല പറഞ്ഞതിന് മുമ്പേ ഒരു കാര്യം ഞാൻ വാൽമീകി രാമായണത്തിലേക്ക് പോയിട്ടേ നമുക്ക് ഒന്ന് നോക്കാം. വാൽമീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ ഭഗവാൻ അവതാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര അധ്യാത്മരാമായണത്തിൽ പറഞ്ഞ പോലെ അത്ര വ്യക്തമായിട്ടില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് എന്താ വെച്ചാൽ ബാലകാണ്ഡത്തിൽ ഈ 15-ാം സർഗത്തിൽ വാൽമീകി രാമായണത്തിലാണ് പറയുന്നത് കേട്ടോ. അതിൽ ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മാവ് ചെന്ന് ഭൂമിയുടെ ഭാരം തീർക്കണം, രാവണനെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഒരു മനുഷ്യനായിട്ട് ജനിക്കാം, എന്നിട്ട് 11,000 കൊല്ലം ഞാൻ ഭൂമി ഭരിക്കാം എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മനുഷ്യനായിട്ട് ജനിക്കാം തന്നെയാണ് പറയണത്. പക്ഷെ മഹാവിഷ്ണുവാണ് മനുഷ്യനായി ജനിക്കുന്നത്. അങ്ങനെ ആ നിലയ്ക്ക് ശരിക്കും ഭഗവാൻ തന്നെയാണ്. പക്ഷെ മനുഷ്യനായി എന്ന് പ്രത്യേകം ഭഗവാൻ പറയണതായിട്ടാണ് 15-ാം സർഗത്തിൽ. പിന്നെ 16-ാം സർഗത്തിലും അതെ. അപ്പോൾ പറയും, പിന്നെ ബ്രഹ്മാവ് പറയും ഹ്യൂമൻ, അതായത് ഒരു മനുഷ്യനുമായിട്ട് തന്നെ വരണം, കാരണം മനുഷ്യനല്ലാതെ ആരും കൊല്ലരുതെന്നൊക്കെയാണ് രാവണൻ്റെ വരം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ വരണമെന്ന് പറയും. അപ്പോഴും പറയുന്നുണ്ട്, പിന്നെ 16-ാം സർഗത്തിൽ പറയുന്നുണ്ട് എന്താ, ഞാൻ ദശരഥൻ്റെ മകനായിട്ട് മനുഷ്യനായി ജനിക്കാമെന്ന്. അപ്പോഴും മനുഷ്യൻ എന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ദശരഥൻ്റെ പിന്നെ മകനായിട്ട് ജനിച്ചു എന്ന് പിന്നെ 17-ൽ അതായത് സർഗത്തിലും പറയുന്നുണ്ട്. പിന്നെ 18-ലും പറയുന്നുണ്ട് എന്താ അറിയോ, പിന്നെ എന്താണ്, കൗസല്യയുടെയും ദശരഥൻ്റെയും മകനായി മനുഷ്യക്കുട്ടിയായിട്ട് മനുഷ്യപുത്രനായിട്ട് ജനിച്ചു എന്ന് തന്നെ പറയണം. അപ്പോൾ അതായത് പക്ഷേ എന്താണ്, കൗസല്യ ഭഗവാനെ അല്ലെങ്കിൽ ശ്രീരാമനെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ ആ ഒരു വൈഷ്ണവ തേജസ്സിനാൽ വളരെയധികം പ്രകാശമായിട്ട് വളരെ ശോഭയോടുകൂടി ഇരുന്നിരുന്നു പറയുന്നുണ്ട്. അതിഥി അങ്ങനെ ഉണ്ടല്ലോ ഇല്ലേ, പിന്നെ എന്താണ്, പിന്നെ അതിഥി പിന്നെ വാമനനെ ഗർഭമുണ്ടായിരിക്കുമ്പോൾ നല്ല അതുപോലെ ശ്രീരാമനെ ഗർഭമുണ്ടായിരിക്കുമ്പോൾ കൗസല്യയ്ക്ക് ഒരു പ്രത്യേക കാന്തി, ഒരു ശോഭയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് 18-ാം സർഗത്തിൽ കേട്ടോ. അതായത് ആ ഒരു പ്രത്യേക ഒരിതുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട്, അതായത് ഈ കൗസല്യയ്ക്ക് തോന്നി പിന്നെ ജനിച്ചപ്പോൾ ഒരു സാധാരണ കുട്ടിയല്ല തോന്നിയെന്ന്. അങ്ങനെയൊക്കെ വളരെ വ്യക്തത അല്ലാതെ മഹാവിഷ്ണു തന്നെ വന്ന് അവതരിച്ചതാണ്. പക്ഷേ പൂർണ്ണമായും മനുഷ്യനായിട്ടാണ് അവതരിച്ചതെന്ന് പിന്നെയും പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് അതായത് അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ പിന്നെ തൊടുന്ന സമയത്ത്, ഭഗവാനെ തൊടുന്ന സമയത്ത് അങ്ങയുടെ ആ ഒരു അമാനുഷിക പിന്നെ സ്വഭാവം അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താണ്, അങ്ങ് മഹാവിഷ്ണു തന്നെ വന്നിട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നൊക്കെ എല്ലാം വളരെ പ്രത്യക്ഷത്തിലൊന്നും പറയാതെ വളരെ ഇൻഡയറക്റ്റായിട്ടാണ് വാൽമീകി രാമായണത്തിൽ ഈ ബാലകാണ്ഡത്തിലത്തെ ഈ ഭഗവാൻ തന്നെയാണ് വന്ന് പിറന്നതെന്ന്. ഇപ്പോൾ നോക്കൂ, കൗസല്യയ്ക്ക് ശരിക്കും ചതുർഭുജ വിഷ്ണുവായിട്ട് അങ്ങോട്ട് ഇത് കൊടുത്തുല്ലോ. അപ്പോൾ സംശയത്തിൻ്റെ പ്രശ്നമില്ല, ഭഗവാൻ തന്നെയാണ് വന്ന് അവതരിച്ചതെന്ന്. മറ്റത് അങ്ങനെയല്ല. ശരിയാണ്, ബ്രഹ്മാവ് ചെന്നപ്പോൾ ഞാൻ ദശരഥൻ്റെ മകനായിട്ടും കൗസല്യയുടെ മകനായിട്ട് അവതരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഭഗവാൻ തന്നെയാണ്, എങ്കിൽ പോലും മനുഷ്യനായിട്ട് തന്നെ അവതരിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറഞ്ഞത്. പക്ഷെ നമ്മളിങ്ങനെയല്ലല്ലോ അത് കണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് ഇവിടെ ഒരു സന്ദർഭത്തിൽ ഞാൻ കമ്പയർ ചെയ്തതാണ്. ഇനി നമുക്ക് അപ്പോൾ അത് ഞാൻ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഞാൻ ആദ്യം കമ്പാരിസൺസൊക്കെ വരുന്നത് അയോധ്യാകാണ്ഡത്തിലുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ, അത്ര ഇതായിട്ട്. അതുവരെ നമുക്കിത് വെച്ച് പോവാം. അപ്പോൾ ഇനി നമുക്ക് അവരുടെ കളികളൊക്കെയാണ് പറയണത്. ഈ പിന്നെ 3 ശ്ലോകം കൊണ്ടേ
43 എന്താ ചെയ്ത് നമ്മൾ കണ്ടാച്ചാൽ ശ്രീരാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ചാണ്, ഭരതനും ശത്രുഘ്നനും എപ്പോഴും ഒന്നിച്ചാണ്. അവരുടെ മധുരമായിട്ടുള്ള സംഭാഷണങ്ങളും അവരുടെ ബാലലീലകളും കണ്ടിട്ട് മാതാപിതാക്കന്മാരുടെ ആനന്ദത്തിന് അതിരുണ്ടായില്ല എന്നാണ് പറഞ്ഞത് നമ്മളല്ലേ. ഇനി 44, 45, 46 വായിക്കാം. ബാലേ സ്വർണമയാശ്വത്ഥപർണമുക്താഫലപ്രഭം കണ്ഠേ രത്നമണിവ്രാതമധ്യദ്വീപി നഖാഞ്ചിതം കർണയോ സ്വർണസമ്പന്ന രത്നാർജുന സടാലുകം ശിഞ്ചാനമണിമഞ്ജീര കടിസൂത്രാംഗദൈർവൃതം സ്മിതവക്ത്രാൽപദശനമിന്ദ്രനീലമണിപ്രഭം അങ്കണേ രിംഗമാണം തം തർണകാനനുസർവതഃ ദൃഷ്ട്വാ ദശരഥോ രാജാ കൗസല്യാ മുമുദേ തദാ. എന്താ പറഞ്ഞാൽ ബാലെ, അത് നല്ലൊരു ഡിസ്ക്രിപ്ഷനാട്ടോ. ബാലെ എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയിൽ സ്വർണമയ അശ്വത്ഥപർണ മുക്താഫലപ്രഭം, സ്വർണം കൊണ്ട് തീർത്ത ഈ ആലിലയുടെ അറ്റത്തിൽ പതിച്ച മുത്തിൻ്റെ പ്രഭയോടുകൂടിയും, അതായത് ഒരു നല്ല ഗോപിക്കുറി ആലിൻ്റെ ഇല പോലെ ഉള്ളത്, എന്നിട്ട് അതിൻ്റെ ആ അറ്റത്ത് ഒരു മുത്തുണ്ട്. കണ്ഠത്തിൽ രത്നമണി വ്രാത മധ്യദ്വീപി നഖാഞ്ചിതം, അതായത് രത്നങ്ങൾ 4 പുറം പതിച്ച് നടുക്ക് പുലിനഖം കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കണ്ടത്തിൽ, അതായത് നമ്മൾ പറയണ പുലിനഖമോതിരം എന്ന് പറയാം. അത് പക്ഷേ നമ്മളൊക്കെ ഉള്ളതിനേക്കാളും നവരത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള പുലിനഖമോതിരം, പുലിയമോതിരം, അതാ കണ്ഠത്തിൽ. പിന്നെയോ അതാണ് രത്നമണി വ്രാത മധ്യദ്വീപി നഖാഞ്ചിതം, അതായത് ഈ പുലിയുടെ നഖത്തിന് 4 പുറം രത്നങ്ങൾ പതിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ പുലിനഖമോതിരം. പിന്നെയോ അതാണ് കഴുത്തിൽ. പിന്നെന്താ കർണയോ, ചെവികളിലെന്താ, കാതുകൾ സ്വർണസമ്പന്ന രത്നാർജുന സടാലുകം, സ്വർണത്തിൽ പതിച്ച രത്നങ്ങളോടു കൂടിയ ഈ ഒരു അർജുനവൃക്ഷം, അങ്ങനൊരു വൃക്ഷത്തിൻ്റെ കായകളോടു കൂടിയും നല്ല ഭംഗിയുള്ള ഒരു കായയുടെ 4 പുറവും സ്വർണ്ണവും രത്നമൊക്കെ പതിച്ചിട്ടുള്ള കമ്മൽ. ശിഞ്ചാന മണിമഞ്ജീര കടിസൂത്രാംഗദൈഹി വ്രതം, രത്നം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല വളരെ മധുരമായിട്ട് ശബ്ദിക്കുന്ന കാൽച്ചിലമ്പുകളോടും, അതാണ് ശിഞ്ചാന മണിമഞ്ജീര കടിസൂത്രാംഗദൈഹി വ്രതം, രത്നം കൊണ്ടുണ്ടാക്കിയ ശബ്ദിക്കുന്ന കാൽച്ചിലമ്പ്. പിന്നെ ഈ കടി, അതായത് അരക്കെട്ടിൽ അരഞ്ഞാളും, പിന്നെയോ കയ്യിൽ വളകളും ഒക്കെ പറയുന്നുണ്ട്. നോക്കൂ, ശിഞ്ചാന മണിമഞ്ജീരം, അതാണ് എന്താ പറയുക, ഈ കാൽച്ചിലമ്പ്. പിന്നെയോ കടിസൂത്രം, അതായത് അരയിലുള്ള അരഞ്ഞാണ്. പിന്നെ അങ്കദങ്ങൾ, കൈത്തള വളകൾ, അതായത് 2 ഭാഗത്തും, ഇവിടെ താഴത്തും ഈ എന്താണ് കൈയിൻ്റെ മോൾഭാഗത്തും അതുമുണ്ട്. അതായത് നല്ലോണം രാജകുമാരനല്ലേ, അതൊക്കെ എല്ലാം നല്ല ഭംഗിയിൽ ഡ്രസ്സ് ചെയ്യിച്ചിട്ടുണ്ട്. അരക്കെട്ടിൽ പൊന്നൂലോടെ അല്ലേ, കൈത്തണ്ടയിൽ വള. സ്മിത വക്ത്രാൽപദശനം, മന്ദഹസിക്കുന്ന ആ മുഖത്തിൽ കുറച്ചിങ്ങനെ കാണുന്ന മുല്ലപ്പൂ പോലുള്ള പല്ലുകളും. ഇന്ദ്രനീലമണിപ്രഭം, ഇന്ദ്രനീലത്തിൻ്റെ ശോഭയോടു കൂടിയ പ്രഭയോടും, അതായത് പല്ലിൻ്റെയൊക്കെ ആ കാന്തി. അങ്കണേ, മുറ്റത്തിൽ, അതായത് മുറ്റത്ത് എന്താ തർണകാൻ അനു, പശുക്കുട്ടിയുടെ പിന്നാലെ സർവതഃ ലിംഗമാണ്, 4 ഭാഗത്തേക്ക് ഓടുക അവർ. ഇങ്ങനെയൊക്കെ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. രാമം ദൃഷ്ട, രാമനെ കണ്ടിട്ട് രാജാ ദശരഥ കൗസല്യാച്ച, ദശരഥനും കൗസല്യയും തഥാ മുമുദേ, വളരെയധികം സന്തോഷിച്ചു ഈ കളി കണ്ടിട്ട്. അതായത് ആ ഭംഗി, അതാണ് നമുക്കത് ആ ഒരു വിവരണം എന്താ അറിയോ,
സ്വർണം കൊണ്ടുണ്ടാക്കിയ ആലില പോലുള്ള ഒരു പൊട്ട്, അതിൽ രത്നം പതിച്ചിരുന്നു. ആ രത്നത്തിൻ്റെ പ്രഭ കൊണ്ട് നെറ്റിത്തടം അത്ര പ്രകാശിച്ചിരുന്നു എന്ന്. പിന്നെ രത്നമണികളുടെ നടുവിൽ പുലിനഖം കോർത്തുണ്ടാക്കിയ പുലിനഖ മോതിരം, കഴുത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കി രത്നം പതിച്ചിട്ടുള്ള കർണാഭരണങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയോ ആ കവിൾത്തടങ്ങളിൽ ഇങ്ങനെ തട്ടി പ്രകാശിക്കണു. പിന്നെയോ ഇങ്ങനെ കിലുകിലുകില ശബ്ദം ഉണ്ടാക്കണ ചിലങ്ക കാലിൽ, നല്ല പൊന്നരഞ്ഞാണ മരക്കെട്ടിൽ, സ്വർണ്ണ വളകൾ കൈത്തണ്ടിൽ, പിന്നെയോ പുഞ്ചിരി ചൂയും കൊണ്ടിരിക്കുമ്പോൾ ആ മുട്ട് പോലെ ശോഭിക്കുന്ന നല്ല കുഞ്ഞി പല്ലുകൾ, അതും അതെ ആ ഇന്ദ്രനീലം പോലുള്ള മുഖത്ത് ആ കുഞ്ഞി പല്ലുകൾ പതുക്കെ ഇങ്ങനെ മന്ദഹാസം ചെയ്യുമ്പോഴത്തെ ഒരു ഭംഗി. ഇങ്ങനെ എല്ലാ അംഗങ്ങളിലും ആഭരണം അണിഞ്ഞ് അതിമനോഹരമായിട്ടുള്ള കോമളന്മാരായിട്ടുള്ള ഈ ശ്രീരാമൻ, ബാക്കിയുള്ളവരും ശ്രീരാമനാണ് പറയണത്, ശ്രീരാമചന്ദ്രൻ പശുക്കുട്ടികളുടെ വാല് പിടിച്ച് അവിടെ പിന്നാലെ 4 ഭാഗത്തും ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് ദശരഥ രാജാവും കൗസല്യയും എന്തൊന്നില്ലാത്ത ആനന്ദം അനുഭവിച്ചു. അത്ഭുതമല്ലല്ലോ. ബാലേ സ്വർണ്ണമയാശ്വത്ഥ, അതായത് ആലില പോലുള്ള പൊട്ടാണ് കേട്ടോ. ഹാലേ സ്വർണ്ണമയാശ്വത്ഥ പർണമുക്താഫലപ്രഭം കണ്ഠേ രത്നമണിവ്രാത മധ്യദ്വീപി നഖാഞ്ചിതം കർണയോ സ്വർണസമ്പന്നരത്നാർജുന സടാലുകം ശിഞ്ചാനമണിമഞ്ജീരകടിസൂത്രാംഗതൈർവൃതം സ്മിതവക്ത്രാൽപദശനമിന്ദ്രനീലമണിപ്രഭം അങ്കണേ രിംഗമാണം തം തർണകാൻ അനുസർവതാ. തർണകൻ പശുക്കുട്ടികളെ പിന്നാലെ ദൃഷ്ട്വാ ദശരഥോ രാജ കൗസല്യ മുമുദേ തഥാ. അവർ വളരെ സന്തോഷിച്ചു. ഇനി 47 48 ഒപ്പം. ഭോക്ഷ്യമാണോ ദശരഥോ രാമമേഹീതി ചാസകൃത് ആഹ്വയത്യതിഹർഷേണ പ്രേംണ നായാദിലീലയാം ആനയേതി ച കൗസല്യാമാഹസാ സസ്മിതാസുതം ധാവത്യപി ന ശക്നോതി സ്പൃഷ്ടും യോഗി മനോഗതിം. എന്താ അറിയോ, ഭോക്ഷ്യമാണ്, അതായത് ഭക്ഷണം കഴിക്കാൻ ഭാവിക്കണ ദശരഥൻ പ്രേംണ ആ വാത്സല്യം നിമിത്തം അതിഹർഷേണ വളരെ സന്തോഷവാനത്തോടുകൂടി രാമനെ ഏഹി ഇതി വന്നാലും വരൂ ഭക്ഷണം കഴിക്കാനേ വളരെ സന്തോഷത്തോടുകൂടി വരൂ എന്ന് പറഞ്ഞ അസകൃത് പല പ്രാവശ്യം വരൂ പറഞ്ഞു. ആഹ്വയതി വിളിക്കണു, വരൂ രാമാന്നേ. ലീലയ അപ്പോൾ കളിയിലുള്ള വല്ലാത്ത ഔത്സുക്യം കാരണം, കളിക്കാനുള്ള ആ ഔത്സുക്യം കാരണം ആയാതി എത്ര വിളിച്ചിട്ടും ശ്രീരാമൻ വരണില്ല. ആനയ ഇതി എന്നിട്ട് വരൂന്ന് കൗസല്യ ആഹാച്ച കൗസല്യയോട് പറഞ്ഞു. കുറേ പ്രാവശ്യം രാമ വരൂ, ഊണ് കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ടും ആ കളിയിലുള്ള രസം കൊണ്ടേ ആ കളി വിട്ടിട്ട് ശ്രീരാമൻ വരാൻ കൂട്ടാക്കണില്ല. അപ്പോൾ കൗസല്യോട് അതിനെ കൂട്ടിക്കൊണ്ടുവരൂ, അതിനെ ഒപ്പം വേണമെന്നുണ്ടേ അങ്ങനെ പറഞ്ഞു. സസ്മിതാസ ചിരിച്ചുകൊണ്ട് അതായത് കൗസല്യ ധാവതി അഭി പിന്നാലെ ഓടി പിടിക്കാനേ യോഗി മനോഗതി യോഗികളുടെ മനസ്സിന് മാത്രം വിഷയമായിരിക്കുന്ന വലിയ യോഗീശ്വരന്മാരെപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സുതനെ സ്പഷ്ടം തൊടാനായിക്കൊണ്ട് ന ശക്നോതി, അതായത് പിടിച്ചില്ല എന്നാവും. അപ്പോഴേക്കും ശ്രീരാമൻ പിടികൊടുക്കില്ല. എന്ത് രസാലേ അതൊക്കെ. നല്ല നമുക്ക് ഇമാജിൻ ചെയ്യാം. നമ്മൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ, അതായത് ദശരഥൻ ഉണ്ണാൻ ഇങ്ങനെ വരികയാണ് അന്തഃപുരത്തിലേക്കെന്ന് വിചാരിച്ചോളൂ. അന്തഃപുരത്തിലായിരിക്കും ഉണ്ണണ ചിലപ്പോൾ, എന്നെ കൗസല്യ വിളമ്പി കൊടുക്കുകയൊക്കെ വെച്ചാലേ. അപ്പോൾ അന്തഃപുരത്തിലേക്ക് വരുന്ന സമയത്ത് കളിക്കണത് കണ്ടൂലോ അപ്പോൾ പൈക്കുട്ടിയുടെ പിന്നാലെ. അപ്പോൾ വേഗം ഉണ്ണാറായിച്ചിട്ട് ശ്രീരാമ വരൂ രാമ വരൂ നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറയുമ്പോൾ ഈ കളി വിട്ടിട്ട് വരാൻ മനസ്സില്ല. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ, അപ്പോൾ വരുന്നില്ല എത്ര വിളിച്ചിട്ടും. അപ്പോഴാണ് കൗസല്യോട് പറയുകയാണ് പിന്നെ ശ്രീരാമനെയും കൂട്ടി വരുമെന്ന്.
അപ്പോൾ കൗസല്യ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് പിന്നാലെ. അപ്പം എത്രയായാലും പിടി കിട്ടില്ല. അടുത്തെത്തി പിടിച്ചില്ലാന്നാകുമ്പോൾ ശ്രീരാമൻ അങ്ങോട്ട് അവിടുന്ന് മാറി കിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് വ്യാസഭഗവാൻ പറയാണ്, അതായത് എന്താണ് ഈ രാമനെ ആരാ അത്ര വേഗം പിടിക്കാൻ കിട്ടുമോ? വലിയ യോഗീശ്വരന്മാരുടെ ധ്യാനത്തിൻ്റെ വിഷയമായിട്ടുള്ള ഭഗവാനാണിത്. വലിയ വലിയ യോഗീശ്വരന്മാരെ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തെയാണോ ആ രൂപമാണ് രാമൻ. ആ രാമനെ പിടിക്കാൻ ഓടിയിട്ടും കൗസല്യയ്ക്ക് ന സ്പർശതി, അതായത് സ്പർശം ന ശക്നോതി, അതായത് സ്പർശിക്കാൻ കഴിയണില്ല എന്ന് പറയണം. ആ പരമാത്മാവിനെ, ശരിക്കും പരമാത്മാവിനെ അല്ലേ, അതുകൊണ്ടാണല്ലോ യോഗീന്ദ്രന്മാരുടെ സമാധിക്ക് വിഷയമാകുന്നത് പറഞ്ഞു വെച്ചാൽ എന്താ, യോഗീന്ദ്രന്മാരുടെ മനസ്സിന് വിഷയമാകുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണ് ഇവിടെ ശ്രീരാമനായിട്ട് വന്നത്. അതുകൊണ്ട് കൗസല്യയ്ക്ക് എങ്ങനെ കൈകൊണ്ട് തൊടാൻ പറ്റും ആ പരമാത്മ ചൈതന്യത്തിനെ? അതുകൊണ്ടാണ് തൊടാൻ പറ്റാത്തതെന്ന് പറയണം. എന്തൊരു ഭംഗിയല്ലേ. ഭോക്ഷ്യമാണോ ദശരഥോ രാമമേഹീതി ചാസകൃത് ആഹ്വയത്യതിഹർഷേണ പ്രേംണാനായാതിലീലയാ ആനയേതി ച കൗസല്യാമാഹസാ സസ്മിതാ സുതം ധാവത്യപി ന ശക്നോതി സ്പൃഷ്ടും യോഗി മനോഗതിം. അതായത് യോഗീന്ദ്രന്മാർ ആശ്ചര്യമില്ല പിടിക്കാൻ കിട്ടാത്തതിലെന്ന്. യോഗികളുടെ മനസ്സിന് മാത്രം സ്പർശിക്കാൻ കഴിയുന്ന ആ പരമാത്മാവിനെ കൗസല്യയ്ക്ക് സ്പർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തത്ഭുതം. അതാണ് 49. പ്രഹസൻ സ്വയമായാദി കർദ്ദമാങ്കിതപാണിന കിഞ്ചിത് ഗൃഹീത്വാ കവലം പുനരേവ പലായതേ. പ്രഹസൻ ചിരിച്ചും കൊണ്ട്, സ്വയം മായാതി തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിരിച്ചും കൊണ്ട്, കൗസല്യയ്ക്ക് പിടിക്കാൻ പറ്റിയില്ല, കുറേ നേരം നോക്കിയിട്ട് പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചിരിച്ചും കൊണ്ട് വരുന്നു. കർദ്ദമാങ്കിത പാണിന, ചളി പുരണ്ടിരിക്കണ കയ്യുകൊണ്ട്, കിഞ്ചിത് കവലം ഗൃഹീത്വ, എന്നിട്ടോ ആ കൈകൊണ്ട് ചെറിയ ഉരുള വാങ്ങിയിട്ട് പുനയേവ പലായതി, പിന്നെ ഓടുക. ഒരു ഉരുള ആ ഇങ്ങനെയൊക്കെ പുറത്ത് കളിക്കണേ, കൈമ്പിൽ ചളിയുണ്ട്, എന്നാലും ആ ചളിയുള്ള കൈകൊണ്ട് ഒരു ഉരുള മേടിച്ച് വായലിട്ട് പിന്നെയും കളിക്കാൻ ഓടുക. അതായത് കളിക്കണേൻ്റെ ഇടയ്ക്കൊക്കെ തിന്നൂലോ കുട്ടികളെ. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കട്ടോ, ഞാനുമൊക്കെ ഇങ്ങനെ കുട്ടികളുടെ പിന്നാലെ നടന്നിട്ടൊക്കെ തീറ്റിയിട്ടൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇവിടെ നിന്ന് ആരും അങ്ങനെ പാവം തോന്നിട്ടോ. ഒരു 6 മാസമുള്ള കുട്ടിയൊക്കെ, 6 മാസമല്ല കുറച്ചുകൂടി വലുതായല്ലേ ഇരിക്കാനാവുള്ളൂ. എന്തായാലും ഒരു വയസ്സിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയെ വെച്ചാൽ കസാലയുമ്പോൾ ഇളകാൻ സമ്മതിക്കില്ല. അവിടെ തന്നെ ഇരുത്തി ആ മേശ പോലെ, എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ള ഒരു മേശ പോലെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകാണ്ട് കഴിക്കണം. അപ്പം കഴിച്ചത് കഴിച്ചു, പിന്നെ ഇല്ലെങ്കിൽ ഇല്ലേനും. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെ വായിക്കണത് കണ്ടാൽ നമുക്കത് ശരിക്കും നല്ലോണം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം നമ്മളും ഇങ്ങനെയൊക്കെ കുട്ടികളെ ഊട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ. അതാണ് ഒരു ഉരുള വന്ന് മേടിച്ചുകൊണ്ട് പിന്നെയും പോയി കളിക്കും, പിന്നെയും ആദ്യം ഒരു ഉരുള, അതാണിപ്പോൾ ചെയ്യണതല്ലേ. അതായത് പിന്നാലെ ഓടി എത്താൻ കഴിയാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചപ്പോൾ തന്നെ ചിരിച്ചും കൊണ്ട് ഉണ്ണാൻ വേണ്ടി വന്നു. എന്നിട്ട് ഒരു ഉരുള കൊണ്ടിട്ട് പിന്നെയും കളിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. പ്രഹസൻ സ്വയമായാദി കർദ്ദമാങ്കിത പാണിന കിഞ്ചിത് ഗൃഹീത്വാ കവലം പുനരേവ പലായതേ. 50, 51 ഒന്നിച്ചേട്ടോ. കൗസല്യാ ജനനീ തസ്യ മാസി മാസി പ്രകുർവതി വായനാനി വിചിത്രാണി സമലം കൃത്യ രാഘവം അപൂപാൻ മോദകാൻ കൃത്വാ കർണശഷ്കൂലികാസ്തഥാ കർണപൂരാംശ്ച വിവിധാൻ വർഷവൃദ്ധൗ ച വായനം. എന്താണോ തസ്യ ജനനി കൗസല്യ, ആ അമ്മയായ കൗസല്യ, മാസി മീൻസ് എല്ലാ മാസവും രാഘവം സമലംകൃത്യ, അതായത് ശ്രീരാമനെ നന്നായി അലങ്കരിച്ച ആഭരണങ്ങളൊക്കെ ചാർത്തി, അപ്യുപാൻ അപൂപാൻ പലഹാരങ്ങൾ, പലതരത്തിലുള്ള തീറ്റ സാധനങ്ങൾ, അപൂപാൻ മോദകാൻ കൊഴക്കട്ട, കർണ ശഷ്കുലിക മുറുക്ക്,
അതായത് ഈ എന്താണ് കർണശഷ്കുലിക എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ കാതിലിടുന്ന ഈ ഡ്രോപ്സൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ മുറുക്കിൻ്റെ എന്താ പറയുക മുറുക്കിൻ്റെ ഷേപ്പിൽ, അതാണ് കർണശഷ്കുലിക. അതായത് മുറുക്കുകൾ, മുറുക്ക് പിന്നെ കുഴക്കട്ട, പലതരം പലഹാരം. കർണപൂരാഞ്ച, അതായത് പലതരത്തിലുള്ള പലഹാരം കൃത്വ ഉണ്ടാക്കിയിട്ട്, വിചിത്രാണി വായനാനി, ബഹുവിധത്തിലുള്ള എന്താ വായനച്ച വ്രതം വളരെ പല വ്രതങ്ങൾ അനുഷ്ഠിച്ച്, വർഷവൃദ്ധൗച്ച വർഷകാലത്ത് വായനം, അതായത് വ്രതത്തിന് വ്രതം വായന വെച്ചാൽ വ്രതത്തിന് നമ്മൾ നിവേദിച്ച ആ വസ്തുവിനെയാണ് പറയണത്. വ്രതത്തിന് നിവേദിച്ച നൈവേദ്യത്തെ പ്രകുർവദീപകർഷേണ ചെയ്യുന്നവളായിരുന്നു. എന്താ അതിൽ പറയണം വെച്ചാൽ, ഈ കൗസല്യ എല്ലാ മാസവും ഈ ശ്രീരാമചന്ദ്രൻ്റെ നാൾ വരുമല്ലോ, 28 ദിവസം കൂടുമ്പോൾ നാൾ വരുമല്ലോ. ഇപ്പോൾ പിന്നെ പുണർത നക്ഷത്രം എന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ ആദ്യം ഒരു മാസം കഴിഞ്ഞാൽ ആദ്യം പുണർത നക്ഷത്രം വരുമല്ലോ 28 ദിവസം കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാ മാസവും ഭഗവാന്റെ നക്ഷത്രം ദിവസം, അതായത് ശ്രീരാമൻ്റെ നക്ഷത്രം ദിവസം എല്ലാ മാസവും പിന്നെ എല്ലാ വർഷത്തിൻ്റെ ആരംഭത്തിലും പലതരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിവേദിക്കും. എന്നിട്ട് പിന്നെ ആ നൈവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നെ നല്ലോണം വ്രതമനുഷ്ഠിച്ച് ഭഗവാന് പിന്നെ വ്രതമനുഷ്ഠിച്ച് ഒരുപാട് നൈവേദ്യം അർപ്പിക്കും. എല്ലാ മാസവും എല്ലാ വർഷത്തിൻ്റെ ആരംഭത്തിലും അതെ, അതായത് ഓരോ പിറന്നാളിനും എന്നർത്ഥം. എല്ലാ മാസത്തെ പിറന്നാളിനും ആണ്ടെത്തുന്ന പിറന്നാളിനും, അതായത് എല്ലാ കൊല്ലത്തെ പിറന്നാളിനും, ശരിക്കുള്ള പിറന്നാൾ. നമ്മളിപ്പോൾ മാസപ്പിറന്നാൾ, ആട്ടപ്പിറന്നാളെന്നൊക്കെ പറയും. എനിക്ക് എല്ലാ ഭാഗത്തും അങ്ങനെയാണോ പറയുകയെന്ന് അറിയില്ല. നമ്പൂരിമാരൊക്കെ അങ്ങനെയാണ് പറയുക അല്ലേ. എടപ്പിറന്നാളും മാട്ടപ്പിറന്നാളും പറയും. എടപ്പിറന്നാളെ പറഞ്ഞു വെച്ചാൽ എല്ലാ മാസവും വരുന്ന നക്ഷത്രത്തിനെയാണ് നമ്മൾ എടപ്പിറന്നാളെ പറയും. ആട്ടപ്പിറന്നാളെ പറഞ്ഞാൽ അതേ മാസം അതേ കൊല്ലത്തിൽ വരുമ്പോൾ ആട്ടപ്പിറന്നാൾ. അത് രണ്ടും. അപ്പോൾ ഇതിലെത്രേ പറയുള്ളൂ. സാധാരണ അമ്മമാരൊക്കെ അന്നത്തെ കാലത്തൊക്കെ ചെയ്യണ പോലെ കൗസല്യ അതെ എല്ലാ എടപ്പിറന്നാളിനും, മാസം വരുന്ന പിറന്നാളിനും, ആട്ടപ്പിറന്നാളിനും, കൊല്ലം തികയുമ്പോൾ വരുന്ന പിറന്നാളിനും ഒക്കെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് അതൊക്കെ നിവേദിക്കും. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കട്ടെ ഞാൻ ഇത് അല്ല, ഇനി അത് നമുക്ക് അടുത്തതിലേക്ക് ചെയ്യാൻ ഭേദം. അടുത്ത 2 ശ്ലോകം ഒന്നിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ 52, 53 അല്ല സോറി 50, 51 ചൊല്ലി നമുക്കിവിടെ നിർത്താം. അതായത് എല്ലാ മാസവും എല്ലാ എടപ്പിറന്നാളിനും എല്ലാ ആട്ടപ്പിറന്നാളിനും കൗസല്യ ധാരാളം മധുരപലഹാരങ്ങളും കൊഴക്കട്ട പോലെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് സ്വയം വ്രതമനുഷ്ഠിച്ച് എല്ലാം ഭഗവാന് നിവേദ്യം ആയിട്ട് അർപ്പിക്കും എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കൗസല്യാജനനീ തസ്യ മാസി മാസി പ്രകുർവതി വായനാനി വിചിത്രാണി സമലങ്കൃത്യ രാഘവം. അത് മാത്രമല്ല ശ്രീരാമനെ നല്ല അണിയിച്ചൊരുക്കി ശ്രീരാമനും നിവേദ്യം, അതായത് ശരിക്കും ഭഗവാനാണെന്ന് അറിയാം. ആർക്ക് മറക്കുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്, എങ്കിൽ പോലും ഉള്ളിൽ ആ ഭഗവാനാണെന്നുള്ള വിചാരമുണ്ടേ. അപൂപാൻ അല്ലേ, അപൂപാൻ, അതെ അപൂപാൻ പലഹാരങ്ങളൊക്കെ. മോദകാൻ കൃത്വ കർണശഷ്കുലികാസ്തഥാ അതെ കർണശഷ്കുലികാസ്തഥാ മുറുക്കൊക്കെ. അല്ലേ അതെ കർണപൂരാംശ്ച വേറെ പലഹാരങ്ങളാട്ടോ ഒക്കെ. വിവിധാൻ വർഷവൃദ്ധൗ ച വായനം. ഇങ്ങനെ എല്ലപ്പോഴും അല്ല എല്ലാ പിറന്നാളിനും ഇതുപോലെ രാമനെ അലങ്കരിച്ച് എല്ലാം വ്രതങ്ങളനുഷ്ഠിച്ച് ഉണ്ടാക്കി നേദിച്ചിരുന്നു എന്നാണ് ഇതിൽ പിന്നെ പറയണത്. പിന്നെ അതിപ്പോൾ ഇതിൽ വേറൊരു ഇതുണ്ട്, എന്താണ് പറയുക, അധ്യാത്മരാമായണത്തിലും ഈ ബാലക്രീഡയെ പറ്റിയിട്ടൊക്കെ
നല്ലോണം പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഞാൻ അടുത്ത ഭാഗത്ത് വായിക്കാം. നല്ല ഭംഗിയുണ്ട് അത്. ആ ഭാഗം നമുക്ക് പിന്നെ വായിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അധികം സമയമാവും. അതായത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലും വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.